ഞാനിങ്ങനെ ആലോചിച്ചിരുന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഒരു മാസത്തിനകം നമ്മുടെ ജനൻ ടി വി എന്തൊക്കെ തരത്തിലുള്ള കോമഡി ഷോകളാണ് സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന്. ആദ്യം തന്നെ കത്തിക്കാനിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായി കേരളത്തിൽ പുതുമ സൃഷ്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല സംഗതികളും തയ്യാറാക്കി വെച്ചിട്ട് അത് വെന്തില്ല, അതതിൻ്റെ വഴിക്കങ്ങ് പോയി. ഇപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കൽബിലാണ് മലപ്പുറം ജില്ലയ്ക്ക് വാരിക്കോരി പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞ് ഒരു പച്ച കാർഡൊക്കെ അടിച്ച് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, ബഡ്ജറ്റിൻ്റെ അതിനെ മെറിറ്റിൽ വിമർശിക്കണം, അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു കാണിക്കണം. അതൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ കേരളം പോലെ ഒരു സമൂഹത്തിൽ എത്ര നാൾ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞ് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയോ? കോഹിനൂർ മുതൽ കരിപ്പൂർ വിമാനത്താവളം വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ സാധ്യതാ പഠനം എന്ന് പറഞ്ഞാൽ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് പഠിക്കാൻ ഒരു പഠന സമിതിയെ വെച്ചത്രേ. മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ജനറൽ ആശുപത്രിയാക്കും. മലപ്പുറത്ത് ക്യാൻസർ സെൻറ്റർ വരാൻ പോകുന്നു. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ 1 കോടി. പുതിയ ജില്ല രൂപീകരിക്കും എന്ന കള്ളമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം എന്നീ ജില്ലകളിൽ നിലവിലുള്ള ജില്ലകളിൽ പുതിയ ജില്ലകളും താലൂക്കുകളും ഒക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടി അതിനും ഒരു കമ്മീഷനെ നിയമിക്കും എന്ന് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞതിനാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഇത് കേട്ടാൽ തോന്നുക എന്താണെന്നറിയാമോ? മലപ്പുറം താലൂക്ക് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മുസ്ലിങ്ങൾക്ക് മാത്രം ചികിത്സിക്കാനൊരു സൗകര്യം ഉണ്ടാക്കും. മലപ്പുറത്ത് മുസ്ലിങ്ങളെ മാത്രം ചികിത്സിക്കാൻ ക്യാൻസർ സെൻറ്റർ വരുന്നു. നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് കെട്ടിടം നിർമ്മിച്ച് അവിടെ മുസ്ലിങ്ങളെ മാത്രം പഠിപ്പിക്കാൻ മദ്രസ പഠനത്തിന് 1 കോടി രൂപ അനുവദിച്ചു. മുസ്ലിങ്ങളെ മാത്രം വെച്ച് പുതിയ ജില്ല ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെയാണെങ്കിൽ സംഗതി ബഹുജോറായന്. ഏതായാലും ഇപ്പോഴത്തെ കാലത്ത് ഈ കാര്യത്തിൽ ഒരു ചോദിക്കാൻ പറ്റിയ സംഗതി ഇപ്പോൾ ഉള്ളത് ജെമിനി ചേച്ചിയും ജെമിനി അണ്ണനുമാണ്. ഞാൻ ജെമിനി ചേച്ചിയോട് ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ജെമിനി ചേച്ചി പറയുന്നതെന്ന്. പിന്നെ ബാക്കി ഞാൻ പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത് മലപ്പുറം ജില്ലയിലാണോ? അല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത് മലപ്പുറം ജില്ലയിലല്ല. സാധാരണയായി കൂടുതൽ സർക്കാർ ജീവനക്കാരും സ്ഥാപനങ്ങളും സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ കൃത്യമായ കണക്കുകൾ അറിയാൻ താല്പര്യമുണ്ടോ? കൃത്യമായ കണക്കുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? കൃത്യമായ കണക്കുകൾ ഒറ്റയടിക്ക് ലഭ്യമാകുന്നില്ല. എങ്കിലും സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളത്. അവിടെയാണ് പ്രധാനപ്പെട്ട മിക്ക ഓഫീസുകളും ഡയറക്ടറേറ്റുകളും പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കിത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമോ? ഏറ്റവും കൂടുതൽ സംസ്ഥാന ഭരണത്തിൻ്റെ വിഹിതം ഏത് ജില്ലയ്ക്കാണ് കൂടുതൽ പോകുന്നത്? സംസ്ഥാന ബജറ്റ് വിഹിതം സാധാരണയായി ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് മാത്രമായി വലിയ തോതിൽ മാറ്റിവെക്കുകയല്ല ചെയ്യുന്നത്. പകരം വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങൾക്കും ജനസംഖ്യയ്ക്കും വികസന പദ്ധതികൾക്കും അനുസരിച്ച് ഫണ്ട് വിഭജിക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരത്തിന് ഭരണപരമായ ചിലവുകൾക്കും വലിയ പദ്ധതികൾക്കുമായി കൂടുതൽ വിഹിതം വരാറുണ്ട്. നിങ്ങൾക്കിത് സംബന്ധിച്ച് പ്രത്യേക മേഖലകളിലെ കണക്കുകൾ അറിയണമോ? മലപ്പുറം ജില്ലയ്ക്ക് പ്രത്യേകമായി എന്തെങ്കിലും വഴിവിട്ട് അല്ലെങ്കിൽ അമിതമായി ബഡ്ജറ്റിലോ അതല്ലെങ്കിൽ സർക്കാർ ഭരണനിർവഹണ ചെലവായോ നൽകുന്നുണ്ടോ? അങ്ങനെ മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായി വഴിവിട്ടോ അമിതമായിട്ടോ ബജറ്റിലോ ഭരണനിർവഹണ ചിലവായോ പ്രത്യേക ഫണ്ട് നൽകുന്നില്ല. ഏതൊരു ജില്ലയ്ക്കും നൽകുന്ന ഫണ്ട് ജനസംഖ്യ, വികസന ആവശ്യങ്ങൾ, പ്രത്യേക പദ്ധതികളുടെ ആവശ്യകത എന്നിവയെ ആശ്രയിച്ചാണ് അനുവദിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ജനസംഖ്യ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ വിദ്യാഭ്യാസവും ആരോഗ്യവും പോലുള്ള മേഖലകളിൽ സ്വാഭാവികമായും ഉയർന്ന തോതിലുള്ള വിഹിതം ആവശ്യമായി വരാം. ഇത് പക്ഷേ വഴിവിട്ടുള്ളതോ അമിതമോ അല്ല. ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെന്താണ് എപ്പോഴും മലപ്പുറം ജില്ലയ്ക്ക് മാത്രം കൂടുതൽ നൽകുന്നു എന്ന് പറഞ്ഞ് കുറേ പേർ ബഹളം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മലപ്പുറം ജില്ലയ്ക്ക് കൂടുതൽ വിഹിതം ലഭിക്കുന്നു എന്ന് പറയുന്നതിന് പിന്നിൽ പ്രധാനമായും ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ ജനസംഖ്യ തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം, റോഡുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഒരുക്കാൻ കൂടുതൽ വിഹിതം ആവശ്യമാണ്. ചിലപ്പോൾ രാഷ്ട്രീയപരമായോ പ്രാദേശികമായോ ഉള്ള പക്ഷപാതപരമായ വീക്ഷണങ്ങളും ഇത്തരം പ്രചാരണങ്ങൾക്ക് കാരണമാകാം. മൊത്തത്തിലുള്ള വിഹിതം കാണുമ്പോൾ തോന്നും, എന്നാൽ ആളോഹരി കണക്കുകൾ പരിശോധിച്ചാൽ ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയില്ല. ഇതാണ് ജെമിനിക്ക് പറയാനുള്ളത്.
ഇനി സംസ്ഥാന ബഡ്ജറ്റിലേക്ക് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എറണാകുളം ജില്ലയ്ക്കും അതുപോലെ തന്നെ അതുമുതൽ ഇങ്ങോട്ടുള്ള സ്ഥലത്തേക്കുമാണ്. വലിയ ഫിലിം സിറ്റി, 2 പുതിയ മെഡിക്കൽ കോളേജുകൾ, പിന്നെ അതോടൊപ്പം തന്നെ വ്യവസായ കോറിഡോർ, പിന്നെ മെട്രോ സംവിധാനങ്ങൾ അടക്കമുള്ളവയെല്ലാം ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ളത് ഈ പറയുന്ന എറണാകുളം ജില്ല മുതൽ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. എന്ന് മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയോ അല്ലെങ്കിൽ അത്തരം മേഖലകളോ ഒന്നും ഈ സർക്കാർ വിഹിതം കൊണ്ടോ സർക്കാർ തൊഴിൽ കൊണ്ടോ സർക്കാർ ശമ്പളം കൊണ്ടോ സർക്കാർ വരുമാനം കൊണ്ടോ മെച്ചപ്പെട്ട ഒരു മേഖലയേ അല്ല. അത് മുഴുവൻ പ്രവാസ ലോകം കൊണ്ടും അതുപോലെ തന്നെ കച്ചവടം കൊണ്ടും വ്യവസായം കൊണ്ടും ഒക്കെ രൂപപ്പെടുത്തിയതാണ്. സംസ്ഥാനത്തിൻ്റെ ഈ NRI ഇൻകം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ഇൻകം വരിക മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിന്നും മലബാർ മേഖലയിൽ നിന്നും പ്രത്യേകിച്ചുമായിരിക്കും. എന്നുവെച്ചാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായ പുരോഗതിക്ക് ആവശ്യമായ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഫോറിൻ ഇൻവേർഡ് മണി ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ജില്ലകളിൽ നിന്നായിരിക്കും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? അവിടെ നിന്ന് ജയിക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടി സ്വാമി, KM ഷാജി സ്വാമി, പിന്നെ ആര്യാടമ്മ ഷൗക്കത്ത് സ്വാമി എന്നൊക്കെ പറയുന്നവരായിരുന്നെങ്കിൽ ജനത്തിന് ഈ വിഷമമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യവുമില്ലാതെ ഒരു പ്രദേശത്തെയും ഒരു സമൂഹത്തെയും കേരള സമൂഹത്തെ മൊത്തത്തിലും അപമാനിക്കാൻ വേണ്ടിയാണ് ഈ കഥ മെനഞ്ഞു വിടുന്നത്. ഇതിൽ വാസ്തവമുണ്ടോ എന്ന് ചോദിച്ച് പലരും ഇതുണ്ടാക്കി അയക്കുന്നത് കൊണ്ടാണ് മറുപടി പറയുന്നത്. ഏതായാലും ഇത്തരമൊരു വ്യാജ പ്രചരണങ്ങളിലൂടെ അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങളിലൂടെ എന്തെങ്കിലും സവിശേഷമായ ഉന്നം വെച്ച് കേരളത്തെയോ കേരള സമൂഹത്തെയോ വിഭജിക്കാനോ ദുർബലപ്പെടുത്താനോ കഴിയില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പിലും തെളിയിക്കപ്പെട്ടതാണ്.